നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം ഇന്ന് പൂർത്തിയാകുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഇപ്പോഴും ഉറ്റുനോക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്ന സഹകരണത്തെക്കുറിച്ചാണ്. റഷ്യ നേരത്തെ USSR ആയിരുന്ന കാലത്തുമൊക്കെ തന്നെ ഇന്ത്യക്ക് എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഒരുപാട് സഹായം ചെയ്തിരുന്ന രാജ്യം തന്നെയാണ് റഷ്യ. പിന്നീട് USSR വിഭജിച്ച് റഷ്യയെ മാറിയപ്പോഴും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ മികച്ചൊരു പങ്കാളിയായി അവർ മാറിയിരുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖലയിൽ ഏറ്റവും നമുക്ക് കരുത്ത് പകർന്ന ഒന്നായിരുന്നു S-400 എന്ന റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം. മിസൈലുകളോ വിമാനങ്ങളോ എന്ത് വന്നാലും അതിനെല്ലാം തന്നെ നേരിടാനുള്ള അസാമാന്യ ശേഷിയുള്ള ഒന്നാണ് S-400 എന്ന ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് പാകിസ്ഥാൻ അവിടെ നയിച്ച ഡ്രോണുകളും മിസൈലുകളും എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നതിൽ ഈ S-400 എന്ന ഈ മിസൈൽ പ്രതിരോധ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം വഹിച്ച പങ്ക് സ്തുത്യർഹമാണ്. പാകിസ്ഥാൻ്റെ ഒരൊറ്റ മിസൈലിനോ ഒരു ഡ്രോണുകൾക്കോ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ കഴിയാതെ പോയതും ഈ ഒരു സംവിധാനത്തിൻ്റെ കൂടി കരുത്തിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടി വരും. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത, ഇന്ത്യ S-400ൻ്റെ അടുത്ത വിഭാഗമായ അടുത്ത വെർഷനായ S-500 വാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. S-400നേക്കാൾ എത്രയോ ശക്തനാണ് S-500 എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത, ഒരു 400 മുതൽ 600 കിലോമീറ്റർ ദൂരത്തിൽ വരെ ശത്രു അവിടെ നിന്ന് മിസൈൽ അയക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ അത് കൃത്യമായി പിടിച്ചെടുക്കാൻ, ആ സിഗ്നൽ പിടിച്ചെടുക്കാൻ ഇതിന് കഴിയും എന്നുള്ളതാണ്. ഏതാണ്ട് 200 കിലോമീറ്റർ അധികം മുകളിലാണ് ഇത് നിൽക്കുന്നത്. ശത്രുവിൻ്റെ മിസൈലുകൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 4-5 സെക്കൻഡിനുള്ളിൽ അവർ തകർത്ത് തരിപ്പണമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും S-500 എന്ന ഈ ഒരു സംവിധാനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ അതിര് കാക്കാൻ നമ്മളിപ്പോൾ ഇനി S-500 വാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നത്. നേരത്തെ നമ്മൾ 5 S-400 പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് ഓർഡർ നൽകിയിരുന്നതെങ്കിലും ഇനി 2-3 കൂടി നമുക്ക് കിട്ടാനുണ്ട്. കൂടാതെ ഒരു 5 കൂടി വീണ്ടും ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ച S-400 എല്ലാം തന്നെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ നമുക്ക് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞതും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. S-400നെ അപേക്ഷിച്ച് S-500 പ്രത്യേകതകളുണ്ട്. മാത്രമല്ല ഇതിന് ചെലവ് കൂടുതലാവും. വില കൂടിയ പ്രതിരോധ സംവിധാനമാണ് ഇത്. എങ്കിൽ പോലും ഇന്ത്യയുമായുള്ള ഒരു മികച്ച വാണിജ്യ ബന്ധത്തിൻ്റെ തന്നെ ഭാഗമായി റഷ്യ ഇത് ഇന്ത്യക്ക് നൽകാൻ തയ്യാറാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. 4 ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ, ഹൈസ്പീഡ് ബാലിസ്റ്റിക് റീ എൻട്രി വാഹനങ്ങൾ എന്നിവയെ നേരിടാൻ ഇത് പ്രത്യേകം വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ്. S-400നേക്കാൾ വളരെ വേഗതയേറിയ 3 മുതൽ 4 വരെ സെക്കൻഡ് എൻഡോജ്മെൻറ്റ് റിയാക്ഷൻ സമയത്തോടു കൂടിയാണ് ഇത് വരുന്നത്. 2020 റഷ്യ പരിമിതമായ തോതിലാണ് S-500 എന്ന ഈ സംവിധാനം ഉണ്ടാക്കിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അവർ കൂടുതൽ വാണിജ്യ അടിസ്ഥാനം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ റഷ്യക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, അവർ നിർമ്മിക്കുന്ന ഈ ഒരു പ്രത്യേകതരം വ്യോമ പ്രതിരോധ സംവിധാനം ഒരു രാജ്യത്തിന് കൊടുത്താൽ ഇത് മറ്റു രാജ്യത്തിന് കൊടുക്കുന്ന ശീലം അവർക്കില്ല. അതായത് S-500ഉം 400ഉം ഒക്കെ ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്തിനും അവർ ഈ മിസൈൽ സംവിധാനം വിൽക്കുകയില്ല. പക്ഷേ അമേരിക്ക നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. അവിടെ കാശം കൊണ്ട് ആര് ചെന്നാലും ആ രാജ്യത്തിനെല്ലാം തന്നെ അവരുടെ കൈവശമുള്ള എല്ലാ ആയുധങ്ങളും എടുത്തു കൊടുക്കും. ഇന്ത്യക്ക് നൽകുന്ന അതേ ആയുധങ്ങൾ തന്നെ അവർ പാകിസ്ഥാനും ചൈനയ്ക്കും എല്ലാം വിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പണ്ട് വരെ ഇക്കാര്യത്തിൽ അന്തസ്സ് പാലിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു അതിനൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുള്ളതും അത് ഇന്ത്യക്ക് നൽകാൻ അവർക്ക് ഏറെ താല്പര്യമുള്ളത്. ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ പദ്ധതിയിടുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ആത്മബന്ധം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഡൽഹിയിൽ പാല വിമാനത്താവളത്തിൽ പുടിൻ വന്നിറങ്ങിയപ്പോൾ പ്രോട്ടോക്കോളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് നേരിട്ട് വിമാനത്താവളത്തിലെത്തി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുകയായിരുന്നു. രണ്ടുപേരും ഒരു കാറിലാണ് സഞ്ചരിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ പുടിൻ്റെ ഔദ്യോഗിക കാറിൽ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാറിലാണ് അന്ന് മോദി ഒരുമിച്ച് യാത്ര ചെയ്ത് 3/4 മണിക്കൂറുള്ള കാറിൽ സഞ്ചരിച്ചിരുന്നു. ഇന്നലെ ഡൽഹിയിലെ പാല വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് നരേന്ദ്രമോദിയുടെ ഫോർച്യൂണർ കാറിലായിരുന്നു. സാധാരണയിൽ അദ്ദേഹം ഉപയോഗിക്കാറുള്ളത് റേഞ്ച് റോവറാണ്. പക്ഷേ ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ലതല്ല. റേഞ്ച് റോവർ അടിസ്ഥാനപരമായി ബ്രിട്ടീഷ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കാർ കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥന്മാർ ടാറ്റ കമ്പനി ആണെങ്കിൽ പോലും ഇത് ബ്രിട്ടീഷ് നിർമ്മിതമാണ്. ബ്രിട്ടനും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളുമായൊക്കെ തന്നെ റഷ്യയുടെ ബന്ധം വഷളായ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കാർ മാറ്റി ജപ്പാൻ നിർമ്മിത കാർ തന്നെ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പലരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അതിൻ്റെ ശരിയായ കാര്യകാരണങ്ങളെക്കുറിച്ച് ഇനിയും ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സാധാരണ ഇതിൽ പുറത്തു വിടാതിരിക്കുന്നതാണ് എപ്പോഴുമുള്ള
എല്ലാ സർക്കാരുകളുടെയും രീതി. ഏതായാലും S-400 കൂട്ടായി S-500 കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ അതിർത്തികൾ കൂടുതൽ ശക്തമാകും. ശത്രു അവിടെ തല പൊക്കുമ്പോൾ തന്നെ അതിൻ്റെ സിഗ്നൽ ഇവിടെ ലഭിക്കുകയും ഇവിടെ നിന്ന് അതിശക്തമായ ആക്രമണം നടത്തി അതിനെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യക്ക് കൈവരുന്നതോടുകൂടി ഇന്ത്യ കൂടുതൽ ശക്തമാകുകയാണ്. പാകിസ്ഥാൻ പോലെയുള്ള ഒരു കാര്യത്തിലും മര്യാദ കാട്ടാത്ത ഒരു രാജ്യത്ത് അവിടെ അസീം മുനീർ എന്ന സൈനിക മേധാവി, ഇനി അയാൾ അങ്ങോട്ട് സർവ്വസൈന്യാധിപനും സർവാധികാരിയുമായി മാറുന്നൊരു കാലമാണ് വരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അയാൾ യുദ്ധക്കൊതിയൻ കൂടിയാണ്, വർഗീയവാദിയാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തി അവിടെ ഭരിക്കുമ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു സമാധാനം എക്കാലത്തും ആഗ്രഹിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ S-400 S-500 ഒക്കെ തന്നെ നമ്മുടെ അതിർത്തികൾ ശക്തമായി കാക്കുക മാത്രമല്ല ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കാനും അവർക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്.